ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് മഞ്ചൂരിയൻ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യാം. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിപ്പോൾ കാബേജ് വളരെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് കാബേജ് മുറിച്ചതുണ്ട്. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 4 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായി മുറിച്ചത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് ആദ്യം 1 സ്പൂൺ കൊണ്ട് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. നല്ല കട്ടിക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള കൂട്ടായിരിക്കണം. വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ചേർക്കാം. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായി കുഴക്കാം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അഥവാ വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ച് കോൺഫ്ലോറോ മൈദയോ ചേർത്ത് വീണ്ടും കുഴക്കാം. ഇതിപ്പോൾ ഈ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉരുളയാക്കി എണ്ണയിലിടാൻ പറ്റുന്ന പാകത്തിന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടുന്നത്ര മൈദയും കോൺഫ്ലോറും ചേർക്കാം. എത്ര മൈദ വേണം കോൺഫ്ലോർ വേണമെന്നുള്ളത് നിങ്ങൾ എടുക്കുന്ന കാബേജിൻ്റെ അളവിനും പിന്നെ കാബേജ് അരിയുന്ന സൈസിനും അനുസരിച്ചിരിക്കും. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് എടുത്ത് ചെറിയ ബോളാക്കി എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ടാൽ ഇതിൻ്റെ ഉള്ളു പോകാൻ വേണ്ടി തീ കുറച്ച് വെക്കണം. ഇത് ഒരു സൈഡാകുമ്പോൾ തിരിച്ചിടാം. ലൈറ്റ് ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചു മറിച്ചോട്ട് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ എല്ലാ സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കാബേജ് ബോള് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും എണ്ണ എടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വലിപ്പം കുറഞ്ഞ ഒരു സവാള വളരെ ചെറുതായി മുറിച്ചത്, ഒരു പകുതി കാപ്സിക്കം ചെറുതായി മുറിച്ചത്, ഒരു പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത്, 4 വെളുത്തുള്ളി വളരെ ചെറുതായി മുറിച്ചത്, ഇതെല്ലാം കൂടെ എണ്ണയിലേക്ക് ഇടാം. ഇതെല്ലാം കൂടി ഇളക്കി വഴറ്റാം. ഈ ഉള്ളിയും കാപ്സിക്കും വാടി തുടങ്ങുമ്പോൾ ഈ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. ഈ ഉള്ളിയും കാപ്സിക്കും അധികം ഫ്രൈ ആവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വാടാനേ പാടുള്ളൂ. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം.
ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ സോസിനെല്ലാം ഉപ്പില്ലതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ ഉടച്ചെടുക്കാം. അതിനുശേഷം ഇത് ഈ അടുപ്പത്തുള്ള ഈ ഗ്രേവിയിലേക്ക് ഒഴിക്കാം. ഇതിനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ച് ചെയ്യണം. ഈ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവും. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാബേജ് ബോൾ ചേർക്കാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിനി ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ മുറിച്ചതിട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. നല്ല പാങ്ങിലെ കാണാൻ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് മഞ്ചൂരിയൻ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.